ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് ഒന്നുമല്ല. ഇന്ന് നമ്മള് മോട്ടലിൽ പോയി റൂം ക്ലീൻ ചെയ്യാൻ പോയി. നല്ല മഴയുണ്ട്, പലയിടത്തും സുഖമായിട്ട് കിടന്നുറങ്ങുന്നതായിരുന്നു. അല്ല, നമുക്ക് അടുത്ത ദിവസം പിള്ളേര് വരുന്നുണ്ട്, ഹോസ്റ്റൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ വരുന്നതിന്റെ തലേദിവസമാണ് നമ്മൾ പോയി റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ വീഡിയോ ഇടാന്ന് വെച്ചു. ഓക്കെ, എന്തായാലും ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരു 5-6 പേര് നമുക്ക് വരാറുണ്ട്. വീഡിയോ കണ്ടിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇന്ന് വിട്ടേക്കാന്ന് വെച്ചു. അപ്പൊ നമുക്കിനി അവിടെ അടിച്ചു വാരി എടുത്തിട്ട് പോകാൻ ഒരു ബക്കറ്റും അല്ല, പച്ച ബക്കറ്റ് എടുത്താൽ പോരോ അല്ലേ? ആ, ഇത് കണ്ട ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. എത്ര അടിച്ചിട്ടിട്ട് പോയാലും ഇതിപ്പോൾ മഴയും കൂടെയാണ്. പക്ഷെ എന്നുവെച്ചാൽ വേറെ നിവൃത്തിയില്ല, അടിക്കാതെ ഭയങ്കരമായിട്ട് മെനകേടായിട്ട് കിടക്കുകയാണ്. കണ്ടോ, ഈ വിൻ്ററും തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗാർഡനിങ്ങിൻ്റെ ഒരു പരിപാടി കുറച്ച് ചെയ്യാനുണ്ട് ഇവിടെ, ക്ലീനിങ്. ക്ലീനായി ഇനി ഒരു കാറ്റ് വരുമ്പോ പിന്നെ പോകും. ഇത് കോരിയിടത്തിലോട്ട് കോരി മാറ്റിയില്ലെങ്കിൽ ചവിട്ടി അകത്ത് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കോരിക്കണം അല്ല. ഇരാറായില്ല. പോരെ. അപ്പൊ നമ്മള് ഈ റൂമാണ് ഇന്ന് ശരിയാക്കേണ്ടത്. ഇത് ആക്ച്വലി 3 പേരുടെ റൂമാണ്. 2 പേര് ഇവിടെ, ഒരാൾ ഇവിടെ. അതിപ്പോ നമുക്ക് 2 പേരായിട്ട് വന്നാലും നമ്മൾ കൊടുക്കും. ഇതിലപ്പോ ഒരാള് കിടക്കും, ഇതിലൊരാളുമായിട്ട് നിൽക്കാം, എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. അപ്പൊ ഇനി നമ്മൾ ഇത് സെറ്റാക്കണം. കണ്ടില്ലേ, ഇവിടെ സോഫ അത്യാവശ്യം സൗകര്യങ്ങൾ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇത് കാണിക്കും. ഇപ്പൊ പുതിയ വീഡിയോ കാണുന്നവർക്ക് അതിൽ കൂടെ മനസ്സിലാക്കാം അല്ലേ. അങ്ങനെ ഇത് മാറ്റിട്ട് ജസ്റ്റ് കവറിട്ട് ചെരിപ്പൂരിട്ട് കയറിക്കോ, അല്ലെങ്കിൽ ആ പൂവ് അകത്താവും. നമുക്കപ്പോഴേ 3 പേരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ 3 പേർക്കായിട്ട് നമ്മള് 3 സിംഗിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ അത് മാക്സിമം അങ്ങോട്ട് വലിച്ചോ, അങ്ങോട്ട് വലിച്ചോ. ശരി, എന്റെ ട്രിക്ക് കാണിച്ചു. വെച്ചതാണ് ഞാൻ. അപ്പൊ ഇത് ഒരു സിംഗിൾ ഷീറ്റ് ആണ്. നമ്മൾ ഡബിള് നേരത്തെ ഇട്ട് ഒരെണ്ണം മേളിലിട്ടത് ഡബിൾ ആയിരുന്നു. ആ ഡബിൾ എടുത്ത് മാറ്റി ഇപ്പൊ ഒരു സിംഗിൾ ഇട്ട്
ഇനി അപ്പുറത്ത് വേറെ ഒരു സിംഗിളും കൂടെ അങ്ങോട്ട് ഇടും. അത് ഇട്ടിട്ടാ പോരെ? ഏത്? അത് ഒരെണ്ണം വിട്, ഒരെണ്ണം എടുക്കും, എന്നിട്ട് അതിന്റെ പൊക്കത്തൂടെ ഇടാം. ഇതല്ലേ? ഇനി എടുത്തോ. സിംഗിൾ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇതിങ്ങനെ മടക്കി വെക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കിടക്കണം. അപ്പൊ ഒരാളുടെ സ്പേസ് ആണ്. ഇനി നമ്മൾ അടുത്ത സിംഗിൾ ഷീറ്റ് ഇവിടെ അങ്ങോട്ട് വിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോ രണ്ടുപേർക്ക് എടുക്കാം. വൈറ്റാണോ അവിടെ വെക്കണത്? ഇതിന്റെ സെയിം അവിടെ നല്ല സിംഗിൾ ബെഡാണല്ലേ? ആ മൂലത്തെ വെച്ച് ഇനി അപ്പുറത്തെ ഒരു റൂമില് 3 സിംഗിൾ ബെഡായിട്ട് ഇടാൻ പോണെയാണ്. ഒരു റൂമും ഒരു ഡബിൾ ബെഡ് നമുക്ക് മാറ്റിയിട്ട് 3 സിംഗിൾ ബെഡായിട്ട് അങ്ങനെ ഇടും. ഇത് പിള്ളേര് വരുമ്പോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മള് പഴയ രീതി വെച്ച് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, പണികൾ. ഇനി വാക്വം പിടിക്കണം, പിന്നെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. പൊടി ഉണ്ടാവും, അതും കൂടെ പൊടി സെറ്റ്.
ചെറിയ ഫ്രിഡ്ജാണ്, മോട്ടലായതുകൊണ്ട് തന്നെ ചെറിയ ഫ്രിഡ്ജാണ്. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് പ്ലേറ്റ്സും കട്ട്ലറീസും ഉണ്ട്. കട്ട്ലറീസും പ്ലേറ്റ്സും ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കെറ്റില്, ടോസ്റ്റർ, ഹോട്ട് പ്ലേറ്റ്, മൈക്രോവേവ് അവൻ, പിന്നെ ഒരു ഗ്രില്ലാണത്, അതുകൊണ്ട് നമ്മുടെ കിച്ചണില്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ടോയ്ലറ്റ് അപ്പുറത്തെ സെപ്പറേറ്റ് ചെയ്യാൻ. ഇത് സ്ലൈഡിംഗ് ഡോർ ആയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പണികൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇനി ചാച്ചൻ ഇന്ന് ഒരു ബൈബിൾ ക്വിസ് ഉണ്ട് ഇവിടത്തെ. അതെ, ആദ്യമായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞ് തണുപ്പൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ അകത്ത് തന്നെ ഇരിപ്പാണ്. പുറത്തോട്ട് ആ വെയിലുള്ള സമയത്ത് മാത്രമേ ഇറങ്ങുള്ളൂ, തണുപ്പിത്തിരി വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിള് പഠിക്കാൻ തുടങ്ങി. നാട്ടിലൊക്കെ വെച്ച് എഴുതുമായിരുന്നല്ലേ. അപ്പൊ ഇന്ന് അതിന്റെ ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ അല്ലേ നമുക്ക്. നീയല്ലേ അതായത് ഓൺലൈൻ ആയതുകൊണ്ട് ചാച്ചനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ ഞാന് ചാച്ചന് വായിച്ചു കൊടുത്ത് ചാച്ചൻ പറയുന്നത് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പം ഉത്തരം പറയുന്നത് ഞാൻ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ആ സ്പീഡ് വേണമല്ലോ. 60 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനും ഒക്കെ എഴുതാൻ വേണ്ടിയിരുന്ന, പിന്നെ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി. ചാച്ചൻ മാത്രം പഠിച്ചു, കുറെ കഷ്ടപ്പെട്ട് പഠിച്ചതാ. അപ്പൊ ഓക്കെ, ഇതൊക്കെ കണ്ട് ഇനി ആരെങ്കിലും പുതിയ വീഡിയോ കൊണ്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് 3 പേരുടെ റൂമാണ് ഇന്ന് ചെയ്തത്. 2 പേരാണെങ്കിലും നമുക്ക് നിർത്താം. അപ്പൊ ചെറിയ ഒരു വ്യത്യാസം വരുമെന്നേ ഉള്ളു. പിന്നെ വേറെ റൂംസ് ഒക്കെ ഉണ്ട്. വീട്ടിലുണ്ട് സ്പേസ്, അവിടത്തെ വീട്ടിലുണ്ട്. എവിടെ വേണേലും നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ. ഓക്കെ, ചെറിയ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതെ. അപ്പൊ നമ്മുടെ ചാച്ചൻ ഇവിടെ ബൈബിൾ ക്വിസ് ഉണ്ട് ഇവിടുത്തെ. അപ്പൊ അതിന്റെ പരീക്ഷ നടന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടത് കൊണ്ട് സന്തോഷിക്കേണ്ട. ഇത് പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരണലി പുറത്തു വരും, അതിന്റെ ഫലം എന്തായിരിക്കും? നിന്റെ വേരിനെ ഞാൻ അപ്പൊ ചാച്ചന്റെ എക്സാം കഴിഞ്ഞ്, ബൈബിൾ ക്വിസിന്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ടും വന്ന് എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കാവാ. അതെ, ഇത് കഴിഞ്ഞില്ലേ എക്സാം കഴിഞ്ഞ്? എത്ര മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു? 120ല് 76 മാർക്ക് കിട്ടി. അത് പക്ഷെ കാറ്റഗറി ഉണ്ട്. 51 വയസ്സിന് മേലെയുള്ളവരെല്ലാം ഒറ്റ കാറ്റഗറിയാ. അപ്പൊ ചാച്ചന് 52 വയസ്സുള്ള ഒരാള്, പിന്നെ 75 വയസ്സുള്ള ആള് 76 വയസ്സായി. അല്ല 75 വയസ്സായി. ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മച്ചി ഇല്ലാല്ലേ? അമ്മച്ചിയുടെ ബർത്ത്ഡേ 4-ാം തീയതി. അമ്മച്ചിയുടെ ബർത്ത്ഡേ 4-ാം തീയതി. ഇന്ന് 4-ാം തീയതി ആണെന്നറിയാം. ഇന്ന് ആരാണെന്ന് എനിക്ക് സംശയിച്ചു. അപ്പൊ 76 മാർക്ക് മേടിച്ചു. ഗുഡ്. അല്ല, ഈ പഠിത്തമൊക്കെ കണ്ടപ്പോ ഞാനോർത്ത് 120ല് 120 കിട്ടുമെന്ന്. 2 മാസമായി ബൈബിളും പിടിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര പാട്. 76 കിട്ടിയല്ലേ. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ അത്രയും കിട്ടിയല്ലേ അല്ലേ. ഞാൻ പിന്നെ എഴുതാഞ്ഞിട്ടാ. ഞാൻ എഴുതിയ പിന്നെ ബാക്കിയുള്ള എല്ലാരും ആർക്കും പിതാവ് വരെ കാണിച്ചു. അതുകൊണ്ടാണ് പിതാവ് ജോലി എഴുതിയ പിതാവ് വരെ കാണിച്ചു. മാർക്ക് കൂടുതൽ കിട്ടണോണ്ടല്ലേ. അതാണ് നേരിട്ട് അപ്പോസ്തലനായിട്ട് തിരിഞ്ഞെടുക്കും ജോലിയല്ല. അത് ചാച്ചന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഈ ഓൺലൈനിൽ പരീക്ഷ എഴുതല്. കാര്യം ഞാൻ വായിച്ചു കൊടുക്കണ ചാച്ചനെ ആകെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് വായിച്ചെഴുതുന്ന എഴുത്താണെങ്കിൽ ഇതിനേക്കുള്ള 5-6 മാർക്ക് കൂടി കൂടുതൽ വാങ്ങിക്കും. ഇനി പറഞ്ഞല്ല ഇത് ഞാൻ മേടിച്ചോണ്ടിരുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ച് ഷീൽഡ് മേടിച്ചിട്ടുള്ളതാണ്. അവിടെ നാട്ടില് അവിടെ ചാച്ചൻ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഇല്ല. പരീക്ഷ നിന്റെ അയൽവക്കത്തി ശരി.